ഹൈ കൂട്ടുകാരെ, നമ്മുടെ ഇഞ്ചി കൃഷി ഒന്ന് കണ്ടാലോ? ഇതാ ചാക്കിനകത്ത് നട്ട ഇഞ്ചിയാണേ. കണ്ടോ, നന്നായി വളർന്ന് മിടുക്കരായി നിൽക്കുന്ന കണ്ടോ. പൂവൊക്കെ വന്നു തുടങ്ങി ഇഞ്ചിക്ക്. ഇതാണ്ടോ. അപ്പോൾ അതാ ഞാൻ ചാക്കൊക്കെ കണ്ടോ പൊടിഞ്ഞു വരാൻ തുടങ്ങി. ഇത് പുതിയ ചാക്കാണ് കേട്ടോ. ഒരു ചാക്ക് പൊടിഞ്ഞു പോയപ്പോൾ ഞാൻ വളച്ചാക്കിരുന്ന് അതിനകത്തോട്ടാക്കിയതാണേ. കരിയില മാത്രം നമ്മളിതിനകത്തിട്ടിരിക്കുന്നത്. കരിയിലയും എൻ്റെ ജൈവവളം, നമ്മൾ സെയിൽ ചെയ്യുന്ന ജൈവവളം ഉണ്ടല്ലോ, അത് മാത്രം ഇട്ടാണ്. അത് കുറച്ചേ എടുത്തുള്ളൂ, കൂടുതലും കരിയിലയാണ്. ഇതാണ്ട് ഇത് കണ്ടോ, ഇതൊക്കെ ഈ ചാക്കൊക്കെ പൊടിഞ്ഞ് ഇത് കണ്ടോ, ഇതെല്ലാം കീറി പൊടിഞ്ഞ് എല്ലാണ്ടായി. ഇത് വലിയ പ്രയാസമാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വിളവെടുക്കണം. അത് നിർത്തി ഇതിപ്പം ഇലകളൊക്കെ പട്ട് വരുമ്പോഴത്തേക്കേ കുറച്ചുണ്ട്, കുറച്ചേറെ ഞാൻ ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട്. എല്ലാം ചാക്കിനകത്താണ്. താഴെ വലുതായിട്ടില്ല, താഴെ കുറച്ച് അപ്പുറത്തൊക്കെ നട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. നമ്മുടെ ഇഞ്ചി കൃഷിയാണ്, കരിയില കൃഷിയാണ്. നമ്മൾ കരിയിലകൾ മാത്രം ചാക്കിനകത്ത് കരിയിലയും വേസ്റ്റെല്ലാം കൂടി ഇട്ട് നട്ടതാണ്. ഇത് സിമൻറ്റ് ചാക്കാണ്. ബാക്കിയെല്ലാം അതൊക്കെ കുറച്ച് നാൾ നിൽക്കും കേട്ടോ. ഇത് സാധാ ചാക്ക്, നമ്മളിതേ സാധനങ്ങളൊക്കെ വരുന്ന ചാക്കിനകത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ അങ്ങ് പോകും. എന്നാലും കുറേ നാൾ നമുക്കൊരു 5-8 മാസം നിന്നാൽ മതിയല്ലോ. അപ്പോഴത്തെ നമുക്ക് വിളവെടുക്കാം. പിന്നെ ഇതാ ടബിനകത്തും വെച്ചിട്ടുണ്ട്. ടബിനകത്ത് ഞാൻ വാട്ടർ പ്ലാന്റ് വെച്ചിരുന്ന ടബ്, അത് പൊട്ടിയപ്പം അതിനകത്ത് കുറച്ച് നട്ടു. നന്നായി വരുന്നുണ്ട്. അതൊക്കെ കരിയില്ല കേട്ടോ, വെയിറ്റ്ലെസ്, നമുക്ക് പൊക്കിയെടുക്കാം. ഇത് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ, നമ്മൾ ഇതിലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നേ, പാത്രങ്ങളൊക്കെ വെച്ചിരുന്നതാണ്. അതിനകത്ത് നട്ടിട്ടുണ്ട്. അതിന് ചീരയൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇതാ കണ്ടോ. പിന്നെ അതെ, ഇത് അങ്ങ് പട്ടുപോയി കേട്ടോ. ഇത് പട്ടുപോയി, ഇത് എടുക്കാറായി. അതിനിപ്പോൾ വിളവെടുക്കണം. ഇതിനകത്ത് കിടപ്പുണ്ട് ഇഞ്ചി ചാക്കിനകത്ത്, അത് എടുക്കണം. ഇതിപ്പോൾ ഇത്ര ഇത് കണ്ടോ, ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണേ. മധുരക്കിഴങ്ങ് അതും ടബിനകത്താണ് നിൽക്കുന്നത്. അതും ടബിനകത്ത് കണ്ടോ, ടബിനകത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് വിളവെടുക്കാറായി വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ താഴെയൊക്കെ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട്. മഞ്ഞൾ, ചേമ്പ് താഴെയൊക്കെ മണ്ണിലും ഉണ്ട്. പിന്നെ ചാക്കിനകത്ത് നട്ടതും ഉണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്ക് വലിയ വെയിൽ വേണ്ട, തണലത്തൊക്കെ ആണെങ്കിലും നടാം, ആർക്കും ചെയ്യാം. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവർക്കൊക്കെ നമുക്കൊരു അടുക്കള കൃഷിയായിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ. നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചി എടുക്കാമല്ലോ. വിഷം ചേരാത്ത നാടൻ ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ക്യാപ്സിക്കമൊക്കെ ചാക്കിനകത്ത് നട്ടത്. നമ്മുടെ ഇഞ്ചി കൃഷി കണ്ടോ കൂട്ടുകാരെ? ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്